നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഒക്ടോബർ 24 വെള്ളി 2025 വാർത്തകളിലേക്ക്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കേരളം. CPIയുടെ എതിർപ്പിന് പുല്ലുവില. CPIയുടെ കടുത്ത എതിർപ്പിനെ വകവയ്ക്കാതെയാണ് കേരളം PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ധാരണാപത്രത്തിൽ സംസ്ഥാനത്തിന് വേണ്ടി വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് ഒപ്പുവെച്ചത്. ഇതോടെ തടഞ്ഞത് വെച്ച 1500 കോടി SSK ഫണ്ട് ഉടൻ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. RSS അജണ്ട ചൂണ്ടിക്കാട്ടി CPI പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും PMC സ്കൂൾ പദ്ധതിയിൽ ഒപ്പുവെച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് CPI. വാർത്തകൾ സത്യമാണെങ്കിൽ മുന്നണി മര്യാദകൾ ലംഘിക്കപ്പെട്ടുവെന്നും വിഷയം ഇന്നത്തെ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. PMC പദ്ധതിയുള്ള വിയോജിപ്പ് CPMനെ അറിയിച്ചുവെന്നും MV ഗോവിന്ദനുമായി ആശയവിനിമയം നടത്തിയെന്നും ബിനോയ് വിശ്വം നേരത്തെ അറിയിച്ചിരുന്നു. LDF ചർച്ച ചെയ്യുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഉറപ്പുപോലും പരിഗണിക്കാതെയാണ് കേരളം ഏകപക്ഷീയമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. PM ശ്രീ സ്കൂൾ പദ്ധതിയിൽ ഒപ്പുവെച്ച സർക്കാർ നടപടി ആത്മഹത്യാപരമാണെന്ന് ASF സംസ്ഥാന സെക്രട്ടറി അതിൻ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വിദ്യാർത്ഥി സമൂഹത്തിന് നൽകിയ ഉറപ്പ് ലംഘിച്ചുവെന്നും ഈ നടപടി അദ്ദേഹത്തിന്റെ ഇടതുപക്ഷ മൂല്യം എന്താണെന്ന് സ്വമേധയാ ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നുവെന്നും സംഘപരിവാർ അജണ്ടകൾക്ക് നിന്നുകൊടുക്കുന്ന നിലപാടിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പോയാൽ അതൊരിക്കലും ASF അംഗീകരിക്കില്ലെന്നും രാത്രിയുടെ മറവിൽ നടത്തുന്ന കാര്യങ്ങൾ അറിയാൻ തങ്ങൾക്ക് കഴിവില്ലെന്നും രൂക്ഷഭാഷയിൽ അതിൻ വിമർശിച്ചു. PM ശ്രീയിൽ കേരളം ഒപ്പുവെച്ചത് നല്ല കാര്യമാണെന്നും CPI എന്ന പാർട്ടി കേരളത്തിൽ റെലവൻസ് ഇല്ലെന്നും BJP നേതാവ് K സുരേന്ദ്രൻ. PMC പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് സുരേന്ദ്രന്റെ പ്രതികരണം. പിണറായി കുനിയാൻ പറഞ്ഞാൽ ബിനോയ് വിശ്വം മുട്ടിലഴിയുമെന്നും അദ്ദേഹം പരിഹസിച്ചു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിനെതിരെ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത് MSF പഞ്ചായത്ത് ക്യാമ്പസ് തലങ്ങളിൽ പ്രതിഷേധ പ്രകടനത്തിനും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കാനും MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ആഹ്വാനം ചെയ്തു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച കുടുംബത്തെ രക്ഷിക്കാൻ കേരള ജനതയെ ഒറ്റുകയല്ലാതെ പിണറായി വിജയന് മറ്റു വഴിയില്ലെന്നും കുറ്റകരമായ മൗനമാണ് ഈ RSS ഡീലിന് മുന്നിൽ SFI ആചരിക്കുന്നതെന്നും കേരള വിദ്യാർത്ഥി സമൂഹം SFIക്ക് മാപ്പ് തരില്ലെന്നും നവാസ് പറഞ്ഞു. CPM വിഷലിപ്തമായ പാഠ്യപദ്ധതിക്കാണ് വഴിമരുന്ന് ഇടാൻ പോകുന്നതെന്ന് PM ശ്രീ പദ്ധതിയിലൂടെ സംഘപരിവാർ വിഷം സ്കൂൾ സിലബസിൽ നിറയുമെന്നും കോൺഗ്രസ് MLA T സിദ്ദീഖ്. CPM നിലപാട് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമെന്നും മുന്നണിയിൽ CPIക്കും സ്വന്തം പാർട്ടിക്കാർക്കും പുല്ലുവിലയാണെന്നും എല്ലാം ഒരാൾ തീരുമാനിക്കുന്ന സ്ഥിതിയാണ് ഇടതുമുന്നണിയിലെന്നും സിദ്ദീഖ് വ്യക്തമാക്കി. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെടുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ മഴ ഭീഷണി ശക്തമാകുന്നു. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകൾ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു റിമാൻഡിൽ. 14 ദിവസത്തേക്കാണ് മുരാരി ബാബുവിനെ റാന്നി കോടതി റിമാൻഡിൽ വിട്ടിരിക്കുന്നത്. മുരാരി ബാബുവിനെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റും. നിലവിൽ സസ്പെൻഷനുള്ള മുരാരി ബാബുവിനെ പെരുന്നേല വീട്ടിൽ നിന്ന് ബുധനാഴ്ച രാത്രിയിലാണ് കസ്റ്റഡിയിലെടുത്തത്. സ്വർണ്ണപ്പാളികൾ ചെമ്പാണെന്ന് വ്യാജരേഖ ഉണ്ടാക്കിയ ഗൂഢാലോചനയിലെ പ്രധാന കണ്ണിയാണ് മുരാരി ബാബു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് BJP നേതാവ് N ഹരി നടത്തിയ പരാമർശങ്ങൾ വക്കീൽ നോട്ടീസ്. കടകംപള്ളി സുരേന്ദ്രന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ബസന്തകുമാർ ആണ് നോട്ടീസ് അയച്ചത്. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ തന്റെ പേര് വലിച്ചടിച്ചെന്ന് ബസന്തകുമാർ അയച്ച നോട്ടീസിൽ പറയുന്നു. 2019 എല്ലാ കാര്യങ്ങളും ബസന്തിന് അറിയാമെന്നും N ഹരി പറഞ്ഞിരുന്നു. എന്നാൽ പരാമർശം പിൻവലിക്കില്ലെന്നും നിയമപരമായി നേരിടുമെന്നും ഹരി പ്രതികരിച്ചു. ശാന്തി നിയമനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് വിശദീകരണം ചോദിച്ചു ഹൈക്കോടതി. ശബരിമല മാളികപ്പുറം നിയുക്ത മേൽശാന്തിമാരുടെ സഹായികളുടെ പശ്ചാത്തലമെന്തെന്ന് ഹൈക്കോടതി ചോദിച്ചു. സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലും ഒന്നാമതുള്ള കേരളം രാജ്യത്തിന് മാതൃകയെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പാലാ സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി സമാപന ചടങ്ങിൽ സംസാരിക്കുകയാണ് കേരളത്തിന് രാഷ്ട്രപതിയുടെ പ്രശംസ. സാക്ഷരതയുടെയും വിദ്യാഭ്യാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ശക്തി നിരവധി മാനവ വികസന സൂചികൾ മുൻനിര സംസ്ഥാനങ്ങളിൽ ഒന്നിരിക്കാൻ കേരളത്തെ പ്രാപ്തമാക്കിയെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. നേവൽ ബേസ്, തേവര MG റോഡ്, ജോസ് ജംഗ്ഷൻ, BTH പാർക്ക് അവന്യൂ റോഡ്, മേനക ഷൺമുഖം റോഡ് എന്നിവിടങ്ങളിലാണ് ഗതാഗത നിയന്ത്രണം ഉണ്ടാവുക. ഇന്ന് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഗതാഗത നിയന്ത്രണം പോലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സൈബർ ആക്രമണത്തിനെതിരെ പോലീസിൽ പരാതി നൽകി മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ G സുധാകരൻ തന്റെ ചിത്രവും പേരും ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ അശ്ലീലവും ക്രിമിനൽ സ്വഭാവമുള്ളതുമായ പോസ്റ്റുകൾ പ്രചരിക്കുന്നത് എന്നാണ് പരാതി. അമ്പലപ്പുഴ DYSPക്കാണ് സുധാകരൻ സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകിയിരിക്കുന്നത്. റെസ്റ്റോറന്റുകളിൽ GST വകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിൽ കണ്ടെത്തിയ 157 കോടിയുടെ വെട്ടിപ്പ്. ബുധനാഴ്ച വൈകുന്നേരം മുതൽ തുടങ്ങിയ ഓപ്പറേഷൻ ഹണി ഡൂക്സിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. വരും ദിവസങ്ങൾ പരിശോധന തുടരുമെന്നാണ് GST വകുപ്പ് അറിയിച്ചിരിക്കുന്നത്.
മുൻ മന്ത്രി തോമസ് ഐസക്കിന്റെ വോട്ട് ആലപ്പുഴയിലെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കി. മഹിളാ കോൺഗ്രസ് നേതാവിന്റെ പരാതിയെ തുടർന്നാണ് നടപടി. ആലപ്പുഴ കിടങ്ങാംപറമ്പ് വാർഡിൽ വോട്ടർ പട്ടികയിൽ 770 പേരുകാരനായിരുന്നു തോമസ് ഐസക്. ഇന്നലെ നടന്ന ഹിയറിംഗിലാണ് വോട്ട് ഒഴിവാക്കിയത്. MLA ഓഫീസിന്റെ അഡ്രസ്സിലായിരുന്നു വോട്ട് ഉണ്ടായത്. ഇതിനെതിരെ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീലതയാണ് പരാതി നൽകിയിരിക്കുന്നത്. പുലിയെ ഭയന്ന് അടച്ചിട്ട പാലക്കാട്ടെ മുള്ളി ട്രൈബൽ GLP സ്കൂൾ ഇന്ന് തുറക്കും. വന്യജീവി ശല്യം തടയുന്നുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്ന വനവകുപ്പിന്റെ ഉറപ്പിലാണ് സ്കൂൾ ഇന്ന് തുറക്കുന്നത്. പുലിയെ പിടികൂടാനുള്ള കൂടും സ്കൂൾ പരിസരത്ത് പ്രത്യേക കമ്പിവേലയും ക്യാമറയും സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ വനം മന്ത്രിക്ക് കത്ത് നൽകി. സ്കൂൾ പരിസരം വനം വകുപ്പ് നിരീക്ഷണം കൂടുതൽ ശക്തമാക്കി. കേരളത്തിൽ മദ്യോൽപാദനം കൂട്ടണമെന്ന എക്സൈസ് മന്ത്രിയുടെ പ്രഖ്യാപനം അവക്കുമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി. മന്ത്രിയുടെ പ്രഖ്യാപനം ധാർഷ്ട്യം നിറഞ്ഞതാണെന്നും സമിതി വിമർശിച്ചു. താമരശ്ശേരി ഫ്രഷ് കട്ട് സംഘർഷത്തിന് നേതൃത്വം നൽകിയ DYFI പ്രവർത്തകരെന്ന് SDPI ഫാക്ടറിക്ക് തീയിട്ടതും ആക്രമിച്ചതും അവരാണെന്നും SDPI ആരോപിച്ചു. ജനകീയ സമരങ്ങളോട് CPM പുലർത്തിപ്പോരുന്ന അസഹിഷ്ണുതയാണ് കാണുന്നത്. കേസിലെ 1-ാം പ്രതി DYFI ബ്ലോക്ക് പ്രസിഡന്റാണ്. പോലീസിനെ ഉപയോഗിച്ച് ജനകീയ സമരത്തെ അടിച്ചമർത്തുകയും ഫ്രഷ് കട്ട് മാനേജ്മെന്റിന് സംരക്ഷണം നൽകുകയുമാണ് CPM ചെയ്യുന്നത്. ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശ സമരത്തോടൊപ്പം SDPI ഉറച്ചു നിൽക്കുമെന്നും SDPI വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പരിഹസിച്ച വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഒരു മുട്ടസൂചിത ഉപകാരം പോലും കലുങ്ക് തമ്പ്രാനിൽ നിന്ന് കേരളത്തിലില്ലെന്നും കലുങ്കിസമാണ് പുള്ളിയുടെ പ്രത്യയശാസ്ത്രമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ NK പ്രേമേന്ദ്രൻ MPക്കെതിരെ പരാതിയുമായി ബിന്ദു അമ്മിണി. കൊയിലാണ്ടി പോലീസാണ് ബിന്ദു അമ്മിണി പരാതി നൽകിയത്. പൊറോട്ടയും ബീഫും നൽകി രഹന ഫാത്തിമയെയും ബിന്ദു അമ്മിണിയെയും ശബരിമലയിൽ എത്തിച്ചുവെന്നാണ് NK പ്രേമേന്ദ്രന്റെ പ്രസ്താവന. ഈ പ്രസ്താവന തെറ്റാണെന്നും അധിക്ഷേപകരമാണെന്നും തന്റെ അന്തസ്സിനും പ്രശസ്തിക്കും കളങ്കം വരുത്തുന്നതാണെന്നും ബിന്ദു അമ്മിണി പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നു. NK പ്രേമേന്ദ്രന്റെ ആരോപണത്തിന് മറുപടിയുമായി കേരള പോലീസിന്റെ സഹായത്തോടെ ശബരിമല കയറിയ രഹ്ന ഫാത്തിമയും ബിന്ദു അമ്മിണിയും ശബരിമലയിലെത്തിയത് ബീഫും പൊറോട്ടയും കഴിച്ചാണെന്ന ആരോപണങ്ങൾക്ക് ഫേസ്ബുക്ക് കുറിപ്പിലാണ് മറുപടി നൽകിയത്. NK പ്രേമേന്ദ്രൻ പറഞ്ഞ പ്രസ്താവനയിൽ യാതൊരു കഴമ്പുമില്ലെന്നും അദ്ദേഹം സ്വയം സങ്കല്പിച്ചെടുത്ത പൊറോട്ട നാടക കഥയാണ് ബീഫും പൊറോട്ടയും എന്നും ഫാത്തിമയുമെന്നും അവർ വ്യക്തമാക്കി. സത്യം തൊട്ടുതുണ്ടാത്ത ഈ സാങ്കല്പിക കഥ കേരളത്തിൽ വിലപ്പോകില്ലെന്നും തോന്നുന്നില്ലെന്നും അവർ പറഞ്ഞു. കൊച്ചി ദർബാർ ഹാളിൽ ആർട്ട് ഗാലറി സ്ഥാപിച്ചിരുന്ന ഫ്രഞ്ച് കലാകാരിയായ ഹനാൻ ബെനാർമിന്റെ ഇൻസ്റ്റലേഷൻ കീറിയെറിഞ്ഞ സംഭവത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു. മലയാളി കലാകാരന്മാരായ ഹോച്ച്മിൻ, സുധാംശു എന്നിവർക്കെതിരെയാണ് പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സംഭവം സംബന്ധിച്ച് ലളിതകലാ അക്കാദമി നൽകിയ ഔദ്യോഗിക പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിൽ വ്യാപാരി ആത്മഹത്യ സംഭവത്തിൽ ആരോപണ വിധേയരായ പലിശക്കാരുടെ വീടുകൾ പോലീസ് പരിശോധന. തെളിവെടുപ്പിൽ പ്രഗിലേഷ്, കണ്ണാശ്ശേരി, ശ്രാമ്പിക്കൽ, ദിവേക് എന്നിവരുടെ വീടുകളാണ് പോലീസ് പരിശോധന നടത്തിയത്. ദിവേകിന്റെ വീട്ടിൽ നിന്ന് വാഹനങ്ങളുടെ RC ബുക്കും കണക്കിൽപ്പെടാത്ത പണവും മറ്റ് സുപ്രധാന രേഖകളും പോലീസ് കണ്ടെടുത്തു. 6 ലക്ഷം രൂപയ്ക്ക് പലിശയ്ക്ക് എടുത്ത് 40 ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരികയും നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് മുസ്തഫ ആത്മഹത്യ ചെയ്യുന്നതാണ് കുടുംബം ആരോപിക്കുന്നത്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ വിദ്യാർത്ഥിനി ട്രെയിൻ തട്ടി മരിച്ചു. കൊല്ലം സ്വദേശിനി ഗാർഗി ദേവിയാണ് മരിച്ചത്. ഇന്നലെ രാവിലെ 9:15 അപകടം ഉണ്ടായിരുന്നു. കൊല്ലം വെമ്മു കടന്നുപോയപ്പോൾ വിദ്യാർത്ഥിനി ട്രാക്ക് ചേർന്ന് നടക്കുകയായിരുന്നു. തുടർന്ന് അപകടം ഉണ്ടാകുകയായിരുന്നു. കരുനാഗപ്പള്ളി IHRD മോഡൽ പോളിടെക് കോളേജിലെ 2-ാം വർഷ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ് ഗാർഗി ദേവി. കേരളത്തിൽ SIR നീട്ടിവെക്കണമെന്ന നിർദ്ദേശത്തിൽ തീരുമാനമെടുക്കാതെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിരാവിലെ ജോലി തുടങ്ങേണ്ടി വരുന്ന തൊഴിലാളികൾക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം പാചകം ചെയ്യാനും ജോലി സ്ഥലത്തേക്ക് കൊണ്ടുവരാനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് സംസ്ഥാനത്തെ ശുചീകരണ തൊഴിലാളികൾക്ക് ദിവസവും 3 നേരവും സൗജന്യ ഭക്ഷണവും നൽകാനുള്ള പദ്ധതിക്ക് തമിഴ്നാട് സർക്കാർ അനുമതി നൽകി. മധ്യപ്രദേശിൽ ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായി ഇത്തവണ കുട്ടികൾക്കിടയിൽ പ്രചരിച്ച കാർബൺ ഡൈഡ് ഗൺ പൊട്ടിത്തെറിച്ച് 14 കുട്ടികൾക്ക് കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടുകയും 3 ദിവസങ്ങൾക്കുള്ളിൽ മധ്യപ്രദേശിൽ 120-ലധികം കുട്ടികളെയാണ് ഗുരുതരമായ നേത്രരോഗങ്ങളുമായി ആശുപത്രിയിൽ പ്രവേശിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.